Hi guys. Welcome to our today's newspaper analysis session, a topic in current affairs. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾസ് എക്സ്പാൻഡിങ് AI ambitions in India clash with the US antitrust scrutiny എന്ന് പറയുന്ന ന്യൂസാണ്. നമുക്ക് കുറച്ചും കൂടി ടെക് റിലേറ്റഡ് ആയിട്ടുള്ള AIയും ഗൂഗിളൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് ഈ ഹെഡിങ് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാ ന്യൂസിലെയും ചെയ്യുന്നത് പോലെ വിൽ ഡിസ്കസ് അബൌട്ട് ദ പ്രിലിംസ് ആൻഡ് മെയിൻസ് പെർസ്പെക്റ്റീവ് ഓഫ് ദിസ് ന്യൂസ് ആൻഡ് അതിനുശേഷം നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കോൺടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. പ്രിലിംസിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 അറിയാം. കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസിന് അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 മെയിൻസിന് അണ്ടറിൽ വരുന്നത് ഇഫക്ട്സ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ. സോ നമുക്കിതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലോട്ട് കിടക്കാം. ആസ് ഗൂഗിൾസ് റോൾസ് ഔട്ട് a sweeping expansion of its artificial intelligence tool across search, advertising and YouTube in India, its global ad and search business models are coming under intense legal scrutiny in the United States. So this simultaneous growth and challenge raise important questions about the balance between innovation and market power എന്നുള്ളതാണ്. നമുക്കിതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഈ ഒരു ന്യൂസ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ ഒരു ഗൂഗിളിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയാനുള്ളത്. അപ്പോൾ ഗൂഗിൾ ഈസ് ഡൂയിങ് ടു ബിഗ് തിങ്സ് അറ്റ് ദ സെയിം ടൈം. ഒന്ന് എക്സ്പാൻഡിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. രണ്ട് ഫേസിങ് ലീഗൽ ട്രബിൾസ് ഇൻ ദ US ആണ്. ഈ ഒരു എക്സ്പാൻഡിങ് ഇൻ ഇന്ത്യ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ആഡിങ് ന്യൂ AI ടൂൾസ് ടു ഇംപ്രൂവ് തിങ്സ് ലൈക്ക് സെർച്ച് ചെയ്യാനും അതേപോലെ ആഡിനും കാര്യങ്ങൾക്കും യൂട്യൂബിലൊക്കെ ഒരു പുതിയ AI ടൂൾസ് ഗൂഗിള് കൊണ്ടുവന്നിട്ടുണ്ട്. ദിസ് മീൻ ടു മേക്ക് ഇറ്റ്സ് സർവീസ് സ്മാർട്ടർ ആൻഡ് മോർ യൂസ്ഫുൾ അല്ലേ. അതേസമയം ഈ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇവരൊരു ഇന്നോവേഷൻ കൊണ്ടുവരുന്നതിലൂടെ US ദേ ആർ ഫേസിങ് ലീഗൽ ട്രബിൾസ്. At the same time, US regulators are looking closely at how Google runs its ad and search business and all. And they are asking if Google is too powerful and if it's using the power unfairly എന്നുള്ളതാണ്. എഐനെ പറ്റിയിട്ട് നമ്മളിപ്പോൾ കൂടുതലിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എഐയുടെ ഒരു ഇന്നോവേഷൻ, AI എന്നുള്ള സംഭവം കൊണ്ടുവന്നതിലൂടെ നമുക്ക് അതിൻ്റെ സാധ്യതകൾ വളരെ വലുതാണല്ലേ. അപ്പോൾ ഈ ഗൂഗിളിൻ്റെ ഈ ഒരു ആഡാണ് എനിക്ക് പെട്ടെന്ന് മൈൻഡിലോട്ട് വന്നത്. അപ്പോൾ എനിക്ക് മൈൻഡിലോട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇടയ്ക്കൊരു ജെയ്ഡൻ സ്മിത്തിൻ്റെ മാജിക് വിത്ത് ഗാലക്സി AI എന്ന് പറഞ്ഞിട്ടൊരു സംഭവം സാംസങ് പുറത്തിറക്കിയിരുന്നു അവരുടെ ആ ഒരു ഫോണിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ട്. അതിൽ പറയുന്നത് ഒരു ആപ്പിൾ ഒരു ടേബിളിൽ വെച്ചിട്ട് ഡു മോർ വിത്ത് ആൻ ആപ്പിൾ ദാൻ ആപ്പിൾസ് എവർ ഡൺ എന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കും ക്യാൻ യുവർ ആപ്പിൾ ഡു ദാറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ആപ്പിളിനെ ഒന്ന് കൊട്ടിയിട്ടുള്ളൊരു പരസ്യമാണ്. പക്ഷെ എന്നാലും ആ ഒരു ആപ്പിളിനെ ഡിസപ്പിയർ ചെയ്യും ആ ഒരു AI വെച്ചിട്ട്. എനിക്കിത് പെട്ടെന്ന് മൈൻഡിലോട്ട് വന്നപ്പോൾ പറഞ്ഞത്. അപ്പം നമ്മൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു. ഒന്ന് എക്സ്പാൻഡിങ് ഇൻ ഇന്ത്യയിൽ പുതിയ AI ടൂളും കാര്യങ്ങളൊക്കെ, അതായത് സെർച്ചിനും ആഡിനും യൂട്യൂബിനും ഒക്കെ പുതിയ AI ടൂൾസ് കൊണ്ടുവന്നു. അതേപോലെ തന്നെ അത് എന്തിനാന്ന് വെച്ചാൽ ടു മേക്ക് മോർ സ്മാർട്ടർ ആൻഡ് യൂസ്ഫുൾ എന്നുള്ളതാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ ഒരു ലീഗൽ ട്രബിൾ ഇവർ US ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ US പറയുന്നത് ഗൂഗിൾ ഈസ് ബിക്കമിങ് ടു പവർഫുൾ ആൻഡ് അവരവരുടെ പവർ അൺഫെയർലി ആയിട്ട് യൂസ് ചെയ്യുന്നു, ദേ ആർ ടേക്കിംഗ് ടു മച്ച് കൺട്രോൾ എന്നൊക്കെയാണ്. ഇവിടെ വരുന്നൊരു മെയിൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട്സ് ദ ബിഗ് ക്വസ്റ്റ്യൻ കമ്മിങ് ഹിയർ? ഇതൊരു ബാലൻസ് ആണ്. ഒരു ബാലൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണിത്. അതായത് ഇറ്റ്സ് അബൌട്ട് ബാലൻസ്. വൺ സൈഡ് ഗൂഗിൾ ഈസ് ഇന്നോവേറ്റിംഗ് യൂസിങ് AI ടു ഇംപ്രൂവ് ടെക്നോളജി. അതേപോലെ തന്നെ അതർ സൈഡിൽ പീപ്പിൾ വെറി ദാറ്റ് ഇറ്റ് ഹാസ് ടു മച്ച് കൺട്രോൾ വിച്ച് മൈറ്റ് ഹേർട്ട് കോമ്പറ്റീഷൻ ഓർ ലിമിറ്റ് ചോയ്സസ് ഫോർ യൂസേഴ്സ് ആൻഡ് അഡ്വർടൈസേഴ്സ്. ഒരു കോർ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഹൗ ഡു വി ലെറ്റ് ടെക് കമ്പനീസ് ഗ്രോ ആൻഡ് ഇന്നോവേറ്റ് വിത്ത് AI വിതൗട്ട് ലെറ്റിംഗ് ദം ബിക്കം സോ പവർഫുൾ ദാറ്റ് ദേ ഹാം ഫെയർ കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. Next we'll discuss about what's happening now. Google is rapidly rolling out AI-driven innovations in India. And നമുക്കറിയാം it is one of the world's fastest growing digital economy. ഇവിടെ നടത്തുന്ന ഒരു കീ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ജനറേറ്റീവ് AI ഇൻ അഡ്വർടൈസിംഗ് ആണ്. പിന്നെ യൂട്യൂബ്സ് ഗ്രോത്ത്, പിന്നെ സെർച്ച് ട്രാൻസ്ഫോർമേഷൻ, ബിസിനസ് ഇമ്പാക്ട്സ് ആൻഡ് ഓൾസോ brands can now use AI tools to create campaigns more efficiently. And YouTube Shorts and connected TV ads are booming with 3.6 into higher conversion rates seen on CTV ads. Tools like AI overviews powered by Gemini and Circle to Search are making search more predictive and visual.
Companies like Septo have reduced content creation time significantly using Google's AI power tools and all. So let's go to this topic in deep. What's happening now? സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ ആ ഒരു എ ഐ എക്സ്പാൻഷനാണ് ഇന്ത്യയിൽ. നമുക്കറിയാം ഇന്ത്യയുടെ ഒരു ഡിജിറ്റൽ എക്കോണമി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രോയിങ് സൂപ്പർ ഫാസ്റ്റ് അല്ലേ. അതിൽ ഗൂഗിളിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. വിത്ത് ദേ ആർ പ്രൊവൈഡിങ് പവർഫുൾ ന്യൂ എ ഐ ടൂൾസ് ടു ലീഡ് ദാറ്റ് ഗ്രോത്ത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്മാർട്ടർ ആഡ്സ് വിത്ത് ജനറേറ്റീവ് എ ഐ എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രാൻഡ്സ് ക്യാൻ നൗ യൂസ് എ ഐ ടു ക്വിക്ക്ലി ക്രിയേറ്റ് എൻറ്റയർ ആഡ് ക്യാമ്പയിൻ. അതായത് പണ്ടൊക്കെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടീമിനെയൊക്കെ വെച്ച് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു. സോ സേവിങ് ടൈം ആൻഡ് മണി ഇൻസ്റ്റെഡ് ഓഫ് ഹയറിംഗ് ലാർജ് ടീം ഫോർ കോണ്ടന്റ്, എ ഐ ഹെൽപ്പ് ജനറേറ്റ് ഇമേജ്, ടെക്സ്റ്റ് ആൻഡ് സ്ട്രാറ്റജീസ് ആൻഡ് ഓൾ. അപ്പോൾ ഒരുപാട് പണി കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ യൂട്യൂബൊക്കെ ഇപ്പോൾ ടോപ്പ് ട്രെൻഡിങ്ങിലാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ഈ യൂട്യൂബ് ഈസ് ബൂമിങ് നൗ ഡേയ്സ്. ഈ ഒരു ഷോർട്ട് വീഡിയോസ് ഇല്ലേ, യൂട്യൂബ് ഷോർട്സും അതേപോലെ ബിഗ് സ്ക്രീനിലുള്ള ആഡ്സ്, അതായത് ആർ കണക്റ്റഡ് ടി വി ആൻഡ് ഓൾ ആർ പെർഫോമിങ് വെരി വെൽ. In fact, ads on connected TV converts customers 3.6 times better, which means more sales or clicks and also search is becoming visual and predictive. ഇപ്പോൾ ഗൂഗിൾ ഈസ് യൂസിങ് ടൂൾസ് ലൈക്ക് എ ഐ ഓവർവ്യൂസ്. നമുക്കറിയാം ജിമിനി, അതേപോലെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എ ഐ ഇല്ലേ. ഇപ്പോൾ എന്താ പറയുക, വാട്സാപ്പിന് അവരുടേതായിട്ടുള്ള എ ഐ ഉണ്ട്, പിന്നെ വിൻഡോസിന് എഡ്ജ് ആണെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ നമുക്ക് ചാറ്റ് ജി പി ടി ഉണ്ട്, പിന്നെ ആപ്പിളിൻ്റെ അവരുടേതായിട്ടുള്ളതുണ്ട്. സോ ആൻഡ് ഈ ഒരു എ ഐ ടൂൾസ് ഇല്ലേ, അതായത് എ ഐ ഓവർവ്യൂസ് പവർഡ് ബൈ ജിമിനി ആൻഡ് സർക്കിൾ ടു സെർച്ച് വെർ യൂസേഴ്സ് ക്യാൻ വിഷ്വലി സെർച്ച് ഫോർ തിങ്സ് ഡയറക്ട്ലി ഫ്രം ഇമേജസ് ഓർ വീഡിയോസ്, മേക്കിംഗ് സെർച്ച് മോർ ഇൻറ്റ്യൂട്ടീവ്. ഈ അടുത്തൊരു പരസ്യം ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു സാംസങ്ങിൻ്റെ പരസ്യം തന്നെയാണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ബട്ട് ഒരു വീഡിയോ കാണുന്ന ടൈമിൽ ജസ്റ്റ് അവരൊന്ന് അടിച്ചു നോക്കുന്നേ ഉള്ളൂ. ഇതിലുള്ള പ്ലേസസ് അവർ വ്ളോഗാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതൊക്കെയോ മ്യൂസിയവും കാര്യങ്ങളും ഏതൊക്കെയോ ഉണ്ട്. അപ്പോൾ മെൻഷൻ ദ പ്ലേസസ് ഇൻ ദിസ് വീഡിയോ എന്ന് അടിച്ചു നോക്കിയപ്പോൾ എ ഐ അത് ജനറേറ്റ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ആ ഒരു വീഡിയോ ആണ് കണ്ടുള്ളൂ. നമ്മൾ കാണുന്നത് ജസ്റ്റ് അവർ ഇതിലുള്ള പ്ലേസസ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തപ്പോഴേക്കും സാധനങ്ങൾ വന്നു. പിന്നെ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഒരു റിയൽ ബിസിനസ് റിസൾട്ട്സ് ആണ്. അതായത് ഇന്ത്യൻ കമ്പനി, ഇപ്പോൾ സെപ്റ്റോക്ക് ഇന്ത്യൻ കമ്പനീസ് ലൈക്ക് സെപ്റ്റോ ആർ ഓൾറെഡി ബെനിഫിറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, വിത്ത് ഗൂഗിൾസ് എ ഐ ടൂൾസ് ദേ ഹാവ് സ്പെഡ് അപ്പ് കോണ്ടന്റ് ക്രിയേഷൻ ആൻഡ് ബിക്കം മോർ എഫിഷ്യൻറ്റ്. സോ ഇത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗൂഗിളിൻ്റെ എ ഐ ടൂൾസ് ആർ ഹെൽപ്പിംഗ് ഇന്ത്യൻ ബിസിനസ് ഗ്രോ ഫാസ്റ്റർ and making the internet easier to use. But while this looks like progress, it also raises global questions and all. So if Google becomes too dominant through AI, will it hurt smaller players or reduce fair competition എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ഒരു മാറ്റർ എന്ന് പറയുന്നത്. So now we will discuss about the Google's legal trouble in the US. അപ്പോൾ as Google grows globally, especially with the AI in places like India, it's facing serious legal problems at home in the US. സോ എന്താണ് നടന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് April 17, 2025 ഒരു US ജഡ്ജ് പറഞ്ഞു ഗൂഗിൾ ബ്രോക്ക് ദ ലോ ബൈ കൺട്രോളിങ് ടു മച്ച് ഓഫ് ദ ഡിജിറ്റൽ ആഡ് മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു കോർട്ട് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ആക്റ്റഡ് ലൈക്ക് എ മോണോപ്പൊളി എന്നുള്ളതാണ്. അതായത് അൺഫെയർലി ഡോമിനേറ്റിംഗ് ബോത്ത് സൈഡ്സ് ഓഫ് ദ ഡിജിറ്റൽ ആഡ് ബിസിനസ്. അതെന്ന് പറയുമ്പോൾ ഇറ്റ് ഹെൽപ്സ് കമ്പനീസ് ബൈ ആഡ്സ് ലൈക്ക് ഒരു മാർക്കറ്റ് പ്ലേസ് ഒക്കെ പോലെ. ഇറ്റ് ഹെൽപ്പ് ദ കമ്പനീസ് ടു ബൈ ആഡ്സ്. അതേസമയം ഇറ്റ് ഓൾസോ സെൽസ് ആഡ് സ്പേസ് ഓൺ വെബ്സൈറ്റ് ആൻഡ് ആപ്സ്. അപ്പോൾ ബൈ കൺട്രോളിങ് ബോത്ത് സൈഡ്സ് ഗൂഗിൾ വാസ് സീൻ ആസ് ഫേവറിംഗ് ഇറ്റ് സെൽഫ് ആൻഡ് ബ്ലോക്കിംഗ് ഫെയർ കോമ്പറ്റീഷൻ വിച്ച് ഹേർട്ട് അതർ കമ്പനീസ് ആൻഡ് അഡ്വർടൈസേഴ്സ്. അപ്പോൾ ഇതിനൊരു ബിഗ് പിക്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ സിംപ്ലി പറയാൻ കഴിയും. വൈൽ ഗൂഗിൾസ് എ ഐ ടൂൾസ് ആർ ഹെൽപ്പിംഗ് ബിസിനസ് എബ്രോഡ്, back home it's being told like you are too powerful and you use that power very unfairly. So this creates a big challenge alle. So how can a company like Google innovate globally while facing trust and fairness issues in its home market ennullതാണ് the main question. So while expanding abroad, Google faces serious legal troubles at home. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഓൺ April 17, 2025 a US district judge ruled that Google illegally dominated two key markets within advertisement technology, finding the tech giant liable for willfully acquiring and maintaining monopoly power by acting as a middleman between buyers and sellers of digital ad content. So the US Department of Justice
alleged that Google monopolized the digital advertising market through its suite of tools, including those acquired from DoubleClick, a leading ad serving company Google bought in 2008 for 3.1 billion. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു ഗൂഗിളിൻ്റെ ഒരു ആൻറ്റി ട്രസ്റ്റ് ക്രൈസിസ് ആണ് യു എസിലെ. സോ ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ വൈൽ ഗൂഗിൾ ഈസ് ഗ്രോയിങ് ഗ്ലോബലി എസ്പെഷ്യലി വിത്ത് AI ഇൻ കൺട്രീസ് ലൈക്ക് ഇന്ത്യ, ഇറ്റ്സ് അണ്ടർ മേജർ ലീഗൽ ഫയർ അറ്റ് ഹോം, എസ്പെഷ്യലി ഫ്രം ദ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്. സോ എന്താണ് ഈ ഒരു DOJ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് USA, ഇവരെന്താണ് പറയുന്നത് വെച്ചാൽ ഗൂഗിളിന് അതൊരു ഗൂഗിളിൻ്റെ കയ്യിലൊരു വലിയ മോണോപ്പൊളിയാണ് ഡിജിറ്റൽ ആഡ്സിൻ്റെ കാര്യത്തിൽ. സോ ഗൂഗിൾ കൺട്രോൾസ് 87% ഓഫ് ദ ആഡ് ടെക് മാർക്കറ്റ് ഇൻ ദ യു എസിൽ 87% ആഡ് ടെക് മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഗൂഗിളാണ്. സോ ദിസ് ഈസ് മോസ്റ്റ്ലി ത്രൂ ഇറ്റ്സ് ആഡ് സ്റ്റാക്ക്, അതായത് എ സെറ്റ് ഓഫ് ടൂൾസ് ദാറ്റ് മാനേജ് ഹൗ ആഡ്സ് ആർ ബോട്ട്, സോൾഡ് ആൻഡ് പ്ലേസ്ഡ് ഓൺലൈൻ. ഓക്കെ, അതായത് സെല്ലറും ബയ്യറും ഓപ്ഷണറും ഡിജിറ്റൽ ആഡ്സിൻ്റെ ഈ ഒരു സെല്ലറും ബയ്യറും ഓപ്ഷണറും എല്ലാം ഗൂഗിൾ തന്നെയാണ്. സോ മച്ച് ഓഫ് ദിസ് കെയിം ഫ്രം ഇറ്റ്സ് 3.1 ബില്യൺ പർച്ചേസ് ഓഫ് DoubleClick ഇൻ 2008. സോ എന്താണ് ഇവിടുത്തെ പ്രോബ്ലം? വാട്ട്സ് ദ പ്രോബ്ലം ഹിയർ? സോ ഗൂഗിൾ ആക്ട്സ് ആസ് ആൻ ഓപ്ഷണർ, സെല്ലർ ആൻഡ് ബയ്യർ ഓഫ് ഡിജിറ്റൽ ആഡ്സ് that gives it unfair control, letting it inflate ad prices, limit competition, and reduce revenue for publishers like news websites or app developers and all. കംപ്ലീറ്റ് മോണോപ്പൊളി ഇവർ പിടിച്ചെടുത്തിരിക്കുകയാണ് ഈ ഒരു ഡിജിറ്റൽ ആഡ്സിൻ്റെ. സോ എന്തൊക്കെ നടക്കാം? വാട്ട് കുഡ് ഹാപ്പൻ? ഇതിൻ്റെ റെമഡീസ് എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ദ ഗവൺമെൻറ് മേ ബ്രേക്ക് അപ്പ് ദി പാർട്ട് ഓഫ് ഗൂഗിൾസ് ആഡ് ബിസിനസ്, this could include forcing it to sell the DoubleClick to separate its ad buying and selling platform. സോ അതേ സമയത്ത് തന്നെ ഇവർ വേറൊരു ലീഗൽ ബാറ്റിൽ കൂടി ഫേസ് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ്ലി ഗൂഗിൾ ഫേസസ് അനദർ ആൻറ്റി ട്രസ്റ്റ് കേസ് ഓവർ സെർച്ച്. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഗൂഗിൾ അൺഫെയർലി യൂസ്ഡ് ഇറ്റ്സ് ഡോമിനൻസ് ഇൻ ക്രോം ആൻഡ് AI പവേർഡ് സെർച്ച് ടു ബ്ലോക്ക് റൈവൽസ് ആൻഡ് ലോക്ക് യൂസേഴ്സ് ഇൻ ടു ഇറ്റ്സ് എക്കോസിസ്റ്റം. സോ ഇത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നത്? So these cases challenge how big tech companies use their power. അതായത് ഇപ്പോൾ ഇഫ് ഗൂഗിൾ ലോസസ്, ഇപ്പോൾ ഗൂഗിൾ ഇത് നഷ്ടമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് ഹാവ് ടു സ്പ്ലിറ്റ് അപ്പ് പാർട്ട് ഓഫ് ഇറ്റ്സ് ബിസിനസ്, ചേഞ്ചിങ് ഹൗ ഡിജിറ്റൽ അഡ്വർടൈസിങ് ആൻഡ് സെർച്ച് വർക്ക് ഫോർ എവരി വൺ. സോ ഇതിൽ ഗൂഗിളിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ, Google is planning to go for an appeal, arguing that publishers choose its tools because they are very simple, affordable and effective. അപ്പോൾ അവർ പറയുന്നത് അവരുടെ കാര്യങ്ങൾ അത്രയും ടെക്നോളജി അത്രയും അവരുടെ AI ആ ഒരു ഡിജിറ്റൽ ആഡ് ഉണ്ടാക്കുന്നത് അത്രയും സിമ്പിളാണ്, അഫോർഡബിൾ ആണ്, അതേപോലെ തന്നെ എഫക്റ്റീവ് ആണ്. സോ അത് പബ്ലിഷേഴ്സിന് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഗൂഗിൾ ഈസ് പ്ലാനിങ് ടു ഗോ ഫോർ എൻ അപ്പീൽ. സോ ദേ ഓൾസോ ആർഗ്യൂ ദാറ്റ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് ഇൻ US ഈസ് അൺഫെയർലി ടാർഗറ്റിംഗ് ഇറ്റ് ഇൻ എ ഹൈലി കോമ്പറ്റേറ്റീവ് സ്പേസ്. സോ ഇനി നമുക്ക് ഇത് എന്തുകൊണ്ട് മാറ്റർ ചെയ്യുന്നു, ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നും അതേപോലെ തന്നെ US-ൻ്റെയും പിന്നെ ഗ്ലോബലി ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യും, അതേപോലെ ഇതിൻ്റെ ഒരു ടോട്ടൽ ബിഗ് പിക്ചർ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഇന്ത്യയുടെ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ഇതിനൊന്ന് നോക്കാം. സോ വിൽ ബി ഡിസ്കസിങ് ഓൺ ദി ഗൂഗിൾസ് AI പുഷ് ഇൻ ഇന്ത്യ, വാട്ട് ഇറ്റ് മീൻസ് എന്നുള്ളത്. സോ ഗൂഗിൾ ഈസ് ബ്രിങ്ങിങ് പവർഫുൾ AI ടൂൾസ് ടു ഇന്ത്യ ആൻഡ് ദാറ്റ് കുഡ് ചേഞ്ച് ദ വേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഇ-കോമേഴ്സും ഒക്കെ ഇനി എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ അതേപോലെ ആയിരിക്കില്ല ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് AI ഈ ഒരു ഗൂഗിളിൻ്റെ ഈ ഒരു പവർഫുൾ AI ടൂൾസ് ഒക്കെ വെച്ചിട്ട്. സോ ഇത് എന്ത് ചെയ്യും, വാട്ട് ഇറ്റ് ഡസ് എന്നുള്ളതാണ്. So Google's AI help brands create ads faster, like while spending less money and reach the right people more easily. കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ക്രിയേറ്റിംഗ് ആഡ്സ് ഫാസ്റ്റർ, ലൈക്ക് ഒരു ക്ലോത്തിങ് ബ്രാൻഡിനൊക്കെ ക്യാൻ യൂസ് ഗൂഗിൾസ് AI ടു ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ഇമേജസ്, ഹെഡ്ലൈൻസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ്. എസ്പെഷ്യലി അതിനൊരു സ്പെഷ്യൽ സെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ദീപാവലിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ദിവസങ്ങളൊന്നും എടുക്കാതെ ഒരു ടീമൊന്നും വെക്കേണ്ട കാര്യമില്ല, വിത്തിൻ മിനിറ്റ്സ് അവർക്കൊരു പെട ആഡ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. പിന്നെ ആൾക്കാരെ ബെറ്റർ ആയിട്ട് ഇവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ലോക്കൽ ഫുഡ് ഡെലിവറി ആപ്പ്, ഇപ്പോൾ നമുക്ക് സെപ്റ്റോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ AI യൂസ് ചെയ്തിട്ട് ദേ ക്യാൻ ഷോ ആഡ്സ് ഓൺലി ടു പീപ്പിൾ ഹു ആർ മോസ്റ്റ് ലൈക്ലി ടു ഓർഡർ ഫുഡ് ലേറ്റ് അറ്റ് നൈറ്റ്, സേവിങ് മണി ആൻഡ് ഗെറ്റിംഗ് ബെറ്റർ റിസൾട്ട് ആൻഡ് ഓൾ. പിന്നെ ഉള്ളത് ഒരു സ്മാർട്ടർ ഷോപ്പിംഗ് സെർച്ചാണ്. സോ
അതായത് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ സമൺ സെർച്ച് ഫോർ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസ്, അപ്പോൾ എ ഐ ടൂൾസ് ലൈക്ക് സർക്കിൾ ടു സെർച്ച് ഓർ എ ഐ ഓവർവ്യൂ ക്യാൻ ഷോ പ്രൊഡക്റ്റ് സജഷൻസ്, റിവ്യൂസ് ആൻഡ് കമ്പാരിസൺസ് വിഷ്വലി ആൻഡ് instantly, making shopping easier. So ഇതിൻ്റെ ഒരു ബിഗ് പിക്ചർ എന്താണെന്ന് വെച്ചാൽ, ബൈ മേക്കിംഗ് മാർക്കറ്റിംഗ് ആൻഡ് ഓൺലൈൻ ഷോപ്പിംഗ് മോർ എഫിഷ്യൻറ്റ്, Google becomes a key tech partner in building India's digital economy, especially for startups and small businesses and all. സോ നമുക്ക് ഒരു യു എസിൻ്റെയും അതേപോലെ ഗ്ലോബലി ഉള്ളൊരു സിനാരിയോ വെച്ചിട്ട് ഈ ഒരു ന്യൂസ് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇഫ് യു എസ് കോർട്ട് ഫോഴ്സസ് ഗൂഗിൾ ടു ഡൈവേസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്സ് ആഡ് ബിസിനസ്, അതൊരു എന്താ പറയുക, ഇറ്റ് കുഡ് റീഷേപ്പ് ദ ഗ്ലോബൽ ഡിജിറ്റൽ അഡ്വർടൈസിങ് ലാൻഡ്സ്കേപ്പ് അല്ലേ. ഇപ്പോൾ അവരുടെ നല്ല കോമ്പറ്റീറ്റേഴ്സ്, അതായത് അവർക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ലൈക്ക് ആമസോൺ, മെറ്റ, അതേപോലെ ടിക്ടോക്ക്. ഇവർക്കൊക്കെ കുറച്ചും കൂടി നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. ഇവരുടെ ആ ഒരു ആഡ് എന്നുള്ള ഒരു ഇത് കോർട്ട് പറയണം അത് വേറെ ആയിട്ട് മാറ്റി നിർത്തണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ദേ വിൽ ബി ഗെറ്റിംഗ് മോർ ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് ഓൾസോ ഒരു ബിഗ് പിക്ചർ എന്താണെന്ന് വെച്ചാൽ, so these developments highlight a growing tension between innovation and regulation. On one hand, Google's AI tools promise major economic benefits. On the other hand, unchecked dominance can stifle competition, raise prices, and limit consumer choices and all. So, ഇതിനൊരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഗൂഗിൾ ഒരു ക്രോസ് റോഡിലാണ് അല്ലേ. As it races ahead with AI-driven innovations abroad, particularly in emerging markets like India, its foundational business model faces unprecedented legal challenges at home. So the outcome of these antitrust cases could determine the future structure of not only Google's business but also the broader internet economy എന്നുള്ളതാണ്. സോ ദിസ് ന്യൂസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു കുറച്ചും കൂടി ടെക് റിലേറ്റഡ് ആണ്. ഫ്യൂച്ചർ നമുക്കറിയാം, എ ഐ എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറാണ് നമ്മുടെ. സോ മേക്ക് ഷുവർ ദാറ്റ് യു റീഡ് ദിസ് ന്യൂസ് തറോലി. ഓക്കെ, സോ നമുക്ക് വേറൊരു ന്യൂസായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.